ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനപ്പടി കാട്ടായ നാസിൻ കാക്കാൻ്റെ കല്യാണത്തല്ലേ ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് കറുപ്പ് ഡ്രസ് കോഡാണ് ഗൈസ്, കറുപ്പ് ഡ്രസ് കോഡ്. അപ്പോൾ നമുക്കിന്ന് കല്യാണം മണ്ഡപം അതിൻ്റെ ദുബായ് പാലസിനാണ് ഗൈസ് നമ്മുടെ കല്യാണ മണ്ഡപം വരുന്നത്. അപ്പോൾ നമ്മൾ മിനി പാലസിലല്ല, ദുബായ് പാലസിലാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഡാൻസ് ഇനിയിപ്പോൾ ഫ്രണ്ട് എൻട്രി ഉണ്ട്. നേരെ കയറി വരുമ്പോൾ തന്നെ ഇതാണ് ലുക്ക് എന്ന് വരുന്നത്. നേരെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറേ പെരുന്നാളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉണ്ണിയാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. പപ്പയുടെ ഉണ്ണിയമ്മാണ്. ഞാൻ പപ്പ എന്ന് വിളിക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിനെയാണ് ഗൈസ്. ഇനി അടുത്തതായി നമുക്ക് എൻ്റെ ഉപ്പയും ഉപ്പാൻ്റെ കൂട്ടുപിറപ്പായ സുബൈറിൻ്റെ മകന് സുബൈർ പപ്പ. പിന്നെ പോകുമ്പോൾ ഇതാ നമ്മുടെ ഉമ്മച്ചിത മേക്കപ്പ് റൂമിലേക്ക് പോകുന്നുണ്ട്. അതാ യാച്ചു ഇതാ ഇവിടെ ഇടുന്ന ഓരോ കോപ്പറേറ്റീവ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പപ്പാൻ്റെ ഉണ്ണി ആദം, രണ്ടാമത്തെ മോനാണ് എൻ്റെ പപ്പാൻ്റെ. അടുത്തതായി നമുക്ക് കാണാൻ ഇന്നിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഫുൾ വർക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കാര്യം. ഇതാണ് നമ്മളത് സ്റ്റേജിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മളത് കാണിച്ചു തരുന്നതായിരിക്കും. അത് നമുക്ക് വഴിയെ കാണാം. അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് കുട്ടിപ്പിരിക്കുന്നത് കാണാം. അതൊക്കെ പരിചയപ്പെടുത്താനിരുന്നാൽ ഇന്നത്തെ വ്ളോഗ് ഇന്നൊന്നും കഴിയുന്നതല്ല. അടുത്തതായി ഷിനിക്കാത്താൻ്റെ കുറേ കുട്ടികളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരാണ് ഷിനിക്കാത്ത? അതെ, എൻ്റെ ഉമ്മാൻ്റെ കുഞ്ഞുമ്മാൻ്റെ മൂത്ത മോളാണ് ഷീന. അപ്പോൾ നമുക്ക് സ്റ്റേജിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടാലും കാണുന്നറിയില്ല, ഫ്രണ്ട് ക്യാമറയാണ് യെസ് വ്യൂ എടുക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ ഇപ്പുള്ളത് ഞാനൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. വളരെ അധികം ഒരു രസമുള്ള വ്യൂ ആണ്. അതെ, വ്യൂ ആണ് ഗൈസ്. വ്യൂ ആ വ്യൂ നിങ്ങൾ കണ്ടാൽ അന്തം വിട്ടിട്ടുണ്ട് മൂവിനെ പോലെ ഇരിക്കും. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വിടാനുള്ളത്, ഞാൻ വെറുതെ ഒരു തള്ളു വിട്ടതാണ് ഗൈസ്. ഞാൻ ചെറിയൊരു വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇരുട്ടാണ് ഗൈസ് ഇവിടെ. എൻ്റെ ഔട്ട്ഫിറ്റിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്നൊക്കെ അങ്ങനെ കയറി നമുക്ക് കാണാം. ഫസ്റ്റ് കാണാവുന്നു ഇവിടെ ഇടവിട്ട് ജനായിട്ടൊന്നിങ്ങനെ നമുക്ക് നേരെ ഇങ്ങനെ കയറി പോകുമ്പോൾ കാണാം. അതാണ് ആ ഓറഞ്ച് ഷാളിട്ടതാണ് ഷിനി. അതാണ് നമ്മുടെ ഷിനി. അറേ ഷിനി. അടുത്തതായി നമുക്ക് കാണാം. അടുത്തതായി കാണാനൊന്നുമില്ല. ഞാൻ വെറുതെ കുറച്ച് നേരം ഒരു അരമണിക്കൂറത്തെ വീഡിയോക്കാണ് നമ്മളിത് കേൾക്കാൻ പോകുന്നത്. എവിടേക്കെങ്കിലും ഒന്നുകൂടി ആരും കാണുന്നില്ല എന്നറിയാം. അടുത്തതായി നമ്മുടെ ഷാലിത്താത്ത. ഷാലിത്താത്തൻ്റെ അഞ്ചിയ കുട്ടിയാണ് അല്ലേ? ഒരു ഹായ് പറഞ്ഞേ. അതൊന്നും പറയുന്നില്ല ഗൈസ്, ഞാൻ ചെറുതായിട്ടൊന്ന് പ്ലിങ്ങി എന്ന് തോന്നുന്നു. സാരമില്ല, അടുത്ത പ്ലിങ്ങൻ. അതാണ് എൻ്റെ പപ്പാൻ്റെ മൂത്ത കുട്ടി. ഒരു ഹായ് പറഞ്ഞേ. അതാണ് രണ്ടാമത്തെ മൂത്ത പഞ്ചതാണ് പപ്പാൻ്റെ അനിയത്തി. ഇത് പപ്പാൻ്റെ അല്ല, ഇതാണ് നമ്മുടെ പപ്പ. ഇത് ഉമ്മമാനാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഗൈസ് നമ്മുടെ പപ്പ. ഇതാണ് നമ്മുടെ പപ്പ എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മാൻ്റെ അനിയത്തിയാണ്. ഇതിൽ നിന്ന് ഫോണിലേക്ക് ഞാൻ വിളിക്കാൻ എനിക്ക് സൗകര്യമില്ല, നേരമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമുക്കിനി ഫ്രണ്ടിലൊക്കെ കാണാം. കല്യാണപ്പെണ്ണിനെ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാവുന്നതാണ്. ഇതാണ് ഷിനിത്താത്ത. ഷിനിത്താത്തൊരു ഹായ് പറഞ്ഞു. എൻ്റെ ബ്ലോഗാ ഒരു ഹായ് പറഞ്ഞു. ഇങ്ങനല്ല, ഇങ്ങനെ കുടിക്കാന്ന് പറ്റില്ല. ഹലോ ഗൈസ് പോരെ. ഷാലിത്താത്തനെ എന്ത് തപ്പണം. ഇതാണ് ബസീരമ്മ. ഇതിൻ്റെ സമീറമ്മ. ഇത് സുബൈർ പപ്പ.
കാണാൻ വരുന്നത് എന്നാലും മനസ്സിലാവും. എവിടേക്ക് കാണാൻ വരുന്ന തന്നെ ഞങ്ങൾ കാണാൻ വരുന്നത് മനസ്സിലാവണ്ടേ? അല്ല ഇങ്ങോട്ട് ഒന്ന് നടക്കാൻ വരുന്നത് ഇതിനൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടാ ചീരടിച്ച പൊട്ടിയാണ്. പിന്നെ മൂത്തരായി പോയി ഇല്ലെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കുന്നതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് സ്റ്റേജ് ലുക്ക് കാണാവുന്നതാണ്. അതാണ് നമ്മളുടെ സ്റ്റേജ് ലുക്ക് എന്ന് കാണുന്നത്. ഇപ്പോൾ അവിടെ ആരേട്ട വീട് ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സീറ്റൊക്കെ ഇതാണ് വരുന്നത്. ആരുടെ ഇത്തിരി കുത്തിക്കഴപ്പ് ഇവിടെ കാട്ടി വെച്ചിട്ടുണ്ട് ഗായ്സ്. ആരുടെയാണ് ഈ കുത്തിക്കഴപ്പ് നമുക്കറിയില്ല. ഇവിടെ ഒരു മൂലക്കില ഈ സബ്ബുകൾ നമുക്ക് കാണാൻ ലഭിക്കുന്നതാണ്. അടുത്ത് പോകുമ്പോൾ ഇവിടെ ഒരു വലിയ ഫാനുണ്ട് ഗൈസ്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഗൈസ്. അതൊരായി പറഞ്ഞേ ഇവിടെ കുറേ കുറ്റിക്കുരുപ്പുകൾ ഓടി കളിക്കുന്നതായി നമ്മൾക്ക് ഇവിടെ കാണാൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തതായി നമ്മൾക്ക് കാണാവുന്നത് എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് കയറിക്കൊണ്ടു പോകാം. എന്നിട്ട് പോകും നമുക്ക് കുറച്ച് വിസിറ്റിംഗ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ വിസിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ അധികം മോശമായിട്ടുള്ള ഒരു വിസിറ്റിംഗ് ആണ് ഗൈസ്. ഇവിടെ ഒന്നിനും കൊള്ളത്തില്ല, വെറുതെയാണ് ഗൈസ്. ദുബായ് പാലസ് ഈസ് മീഡിയം 5 സ്റ്റാറിൽ 3.5 സ്റ്റാർ കൊടുക്കാം. നമ്മളുടെ വ്ളോഗ് ഇത്രയാണ് ഗൈസ്. അടുത്തത് ഞാൻ കുട്ടിയിൽ മുന്നിരിക്കുന്ന ശാലത്താക്കുവാനെ കാട്ടുന്നതായിരിക്കുന്നില്ല.